സൂര്യൻ, യെസ്, മാനേജർ വിളിക്കുന്നു. ഓ, കടന്നു പാടൂ. താനെന്താടോ ഇടിവെട്ടേറ്റ പോലെ അവിടെ തന്നെ പാടോ? ഒന്നുമില്ല സർ. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇയാളെ ഒന്ന് പരിചയപ്പെടുത്താനാ. ഇത് മായ, എഫ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നു. ഹലോ. അതെ, കേരളത്തിലെ ഒരുവിധം ആൾക്കാർക്കെല്ലാം മായേക്കാൾ പരിചയം മായയുടെ ശബ്ദത്തെയാ. സൂര്യൻ കേട്ടിട്ടില്ലേ നിങ്ങളുടെ ചോയ്സ് ഗാനലയം പരിപാടിയൊക്കെ? ആ മായയാണോ ഈ മായ? അതെ, തന്നെ കുറിച്ചും തന്റെ അച്ഛനെ കുറിച്ചും ഒക്കെ ഞാൻ മായയോട് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒന്ന് നേരിട്ട് പരിചയപ്പെടുത്തി കളയാം. ഇത് സൂര്യനാരായണ. ഹലോ. എനിക്കാണ് നേരത്തെ അറിയാം. അപ്പൊ സൂര്യന്റെ കച്ചേരി കേട്ടിട്ടുണ്ടോ? കച്ചേരിയൊന്നുമല്ല, ചുട്ടു പൊള്ളുന്ന നടുറോട്ടി വെച്ച്. നടുറോട്ടി വെച്ചോ? ഇയാളെന്താ പിച്ചക്കാരനാണോ? അല്ലല്ല സാർ, ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തെന്ന് ഒരു കള്ളൻ എന്റെ ബാഗ് തട്ടിപ്പറിച്ച് കൂടി കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ? ഈ കുട്ടിയായിരുന്നു ആ ബാഗ് തട്ടിപ്പറിച്ചത്? അല്ലല്ല, തട്ടിക്കൊണ്ടുപോയ ബാഗ് ചെന്ന് വീണത് ഈ കുട്ടിയുടെ കഴുത്തിലായിരുന്നു. ഓ അങ്ങനെ. അതെ. കേട്ടോ സൂര്യൻ, മായ നന്നായി പാടും. നമ്മുടെ സ്റ്റാഫിന്റെ ഫാമിലി ഗെറ്റ് ടുഗദറിന് കഴിഞ്ഞ തവണ മായയുടെ പാട്ടായിരുന്നു പ്രധാന ഐറ്റം. പിന്നെ ഞങ്ങൾ ഒരേ നാട്ടുകാരും അയൽവാസികളും ആണേ. ആണോ? അയ്യോ, മായയെ പരിചയപ്പെടുത്തി തന്നതിന് സാറിനോട് ഞാൻ നന്ദി പറയുക. പിന്നെ മായയുടെ ചില ഹെൽപ്പ് എനിക്കൊന്ന് വേണ്ടി വരേ. അയ്യോ, വേറൊന്നുമല്ല, പുതിയ ചില ക്ലയൻസിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറയായിരുന്നു. തീർച്ചയായും ഞാൻ ശ്രമിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ? എക്സ്ക്യൂസ് മീ, എന്റെ കാർഡ്. താങ്ക്സ്. ഓക്കെ സാർ. താങ്ക്സ് ഉണ്ട് സാറേ. എന്തിനാ? വെറുതെ ഒരെണ്ണം കിടക്കട്ടെന്ന്. ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആണോ? ശരിക്കും ആരാ? സൂര്യനാരായണൻ ചെറിയാനുണ്ടോ? സൂര്യനാരായണൻ ചെറിയാനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അല്ലല്ലല്ല, ഞാൻ സൂര്യനാരായണൻ ചെറിയാനുണ്ടോന്ന്. അങ്ങനെ തെളിച്ചു പറ. ഉണ്ടെങ്കിൽ ഒന്ന് കാണണമായിരുന്നു. ഒന്ന് കാണണമായിരുന്നു. ഒന്ന് വാ. അല്ല, ഈ ചെറിയാൻ സാറെ ചെറിയാനേന്ന് വിളിക്കാൻ മാത്രം ക്ലോസ് ആങ്ങള്? ഇന്റെ പേര് അബ്ദു എന്നാണ്. എപ്പോഴെങ്കിലും വിളിക്കേണ്ടി വന്ന അബ്ദുക്കാന്ന് വിളിച്ചാൽ മതി. അങ്ങോട്ടിരുന്നോ. ആഹാ, എടാ നീ എത്തിയോ? ഇത്ര വൈകിയപ്പോ ഞാൻ കരുതി നീര് വരില്ലെന്ന്. ആലിസേ, ഇതാരാ വന്ന നോക്കിയേ. ഇതാണ് ഞാൻ പറഞ്ഞ പാട്ടുപെട്ടി സൂര്യൻ. ഇതെന്റെ വൈഫ് ആലിസ്. ഇതാണ് എന്റെ ഒരേ ഒരു മോള് മറിയ. ഹലോ അങ്കിൾ. ഇന്നലെ മുഴുവൻ സൂര്യനും സൂര്യന്റെ വീട്ടുകാരും തന്നെയായിരുന്നു ഇവിടുത്തെ സംസാര വിഷയം. കേട്ടോ അബ്ദുക്ക, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലോ പാട്ട് കേൾക്കണമെങ്കിലോ ഇവന്റെ വീട്ടിൽ പോണം. പോടാ, ഞാൻ അവിടുത്തെ സ്ഥിരം അന്തേവാസി ആയിരുന്നല്ലോ. സൂര്യന് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും? തണുത്തതോ? ഇവനോ? നീ വെറുതെ ഇവന്റെ ശബ്ദം കളയല്ലേ. മഴയില്ലെങ്കിലും വെയിലില്ലെങ്കിലും കൊടയും ചൂടി നടന്ന കക്ഷിയായത്. അടച്ചോനെ, മൂപ്പര് സുഖമില്ലാത്ത ആളാ. എന്റെ അബ്ദുക്ക ശബ്ദം മോശമാവാതിരിക്കാൻ കോളേജിലെ യേശുദാസ് ആയിരുന്നു ഇവൻ. പന്തളത്തെ XMLA. എന്റെ അബ്ദുക്ക ഒന്ന് മിണ്ടാതിരി. ആലിസ്, നീ കഴിക്കടുത്ത് നോക്കി. ശരി. നിന്നെ എടാ, എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നല്ല, ആളൊരു അടിപൊളി ഷെഫാ. വാടാ. പറടാ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? സുഖം. ആട്ടെ, നീ എവിടെ താമസിക്കുന്നത്? ഇവിടെ YMCA റോഡിലെ ഒരു ലോഡ്ജില. ലോഡ്ജിലോ? എടാ, ഞാനിവിടെ ഉള്ളപ്പോ നീ കണ്ട തുക്കട ലോഡ്ജ് താമസിക്കേ? അതൊന്നും വേണ്ട, നീ ഇവിടെ താമസിച്ചാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. എടാ, ഇവിടെ ഞാനും ആലീസും മോളും മാത്രമല്ലേ ഉള്ളൂ. ഏയ്, നിങ്ങൾ കുടുംബമായിട്ട് താമസിക്കുമ്പോ അത് ശരിയാവില്ല. എങ്കിൽ നീ അബ്ദുഖാന്റെ കൂടെ എന്റെ ഗസ്റ്റ് ഹൗസ് താമസിച്ചാൽ മതി. അപ്പൊ എനിക്ക് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങണ്ടേ? ഉറങ്ങാലോ, നല്ല അസല് പാട്ടും കേട്ട് സുഖമായിട്ട് ഉറങ്ങാം. എന്താ അവന്റെ പാട്ടെന്ന് അറിയോ? എടാ, എന്തായാലും നാളെ തന്നെ നീ ഗസ്റ്റ് ഹൗസിലേക്ക് മാറണം, മനസ്സിലായല്ലോ? സർ, ഇത് ഓൺ ദ റോഡ് 45,000 സംതിങ് വരും. പ്ലീസ് കം. സാർ ഇപ്പൊ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫെസ്റ്റിവൽ ഓഫർ കമ്പനിയും ബാങ്കും ഒരുമിച്ച് കൊടുക്കുക. കമ്പനി 3 മാസത്തെ ഫ്രീ സർവീസ് കൊടുക്കുമ്പോൾ ബാങ്ക് 1.5% ഇൻട്രസ്റ്റ് കുറച്ചിരിക്കുക. പ്ലീസ് കം സാർ. പിന്നെ ഒരു ലക്കി ഡ്രോ ഉണ്ട്. അതിലൂടെ സാറിന് വീട്ടിനാവശ്യമായ കളർ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ എക്സെട്ര ഇതൊക്കെ കിട്ടുന്നു. അപ്പോ സാറിനും ഗുണം, സാറിന്റെ ഭാര്യയ്ക്കും ഗുണം, ഡബിൾ ബെനിഫിറ്റ്. പിന്നെ പഴയ വണ്ടി മാറ്റി പുതിയ വണ്ടി വാങ്ങാനുള്ള എക്സ്ചേഞ്ച് ലോണും ബാങ്ക് അനുവദിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണ്ടേ? സാറാണെന്ന് തെളിയിക്കുന്ന എന്തൊക്കെ ഡോക്യുമെന്റ് സാറിന്റെ വീട്ടിലുണ്ടോ അത് മുഴുവൻ കൊടുത്തോളൂ. I mean 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ID പ്രൂഫ്, സാലറി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ടെലിഫോൺ ബിൽ, പിന്നെ സാർ ലാസ്റ്റ് മണ്ണെണ്ണ മേടിച്ചിന്റെ കൂപ്പണം. മണ്ണെണ്ണയോ? മേടിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, സാറിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാലും മതി. എന്നാ ഞാൻ ഇതെല്ലായിട്ട് ബാങ്കിൽ വരാം.
ലോൺ പാസ്സായി കിട്ടുന്നുള്ളത് ഉറപ്പല്ലേ? ഓ ഷുവർ സർ. ഇതെന്റെ കാർഡാണ്. സാറിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ. ഓക്കെ താങ്ക് യു ബൈ. ഹായ് മായ. ആ, എന്താ ഇവിടെ? ദാ ജീവിക്കാൻ വേണ്ടി പെരുവഴിയിലേക്ക് ഇറങ്ങിയതാ. ആരത്? ഞാൻ പറയാറില്ലേ, സൂര്യനാരായണൻ. ഹലോ. അപ്പൊ എന്നെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, കുറെ ആൾക്കാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ടെന്ന് മാത്രം. ഇതെന്റെ ഫ്രണ്ട് പ്രിയ. ഹായ്. ഹലോ. പിന്നെ മായ, താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിന്? ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിന്നോ? FM സ്റ്റേഷനിൽ നിന്ന് രാധാകൃഷ്ണൻ സാറ് ലോണിന്റെ കാര്യത്തിന് മായയുടെ ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിവേ താങ്ക് യു. ഈ താങ്ക്സ് മാത്രം പോരാ, നന്നായിട്ട് ചെലവ് ചെയ്യണം. ഓ ഷുവർ. ഒരു സെക്കൻഡ് പ്ലീസ് പ്ലീസ്. പുതിയ മോഡൽ വണ്ടി വന്നിട്ടുണ്ട്. കമ്പനി വക എക്സ്ചേഞ്ച് ഓഫറാ. ഒരെണ്ണം നോക്കിയാലോ? ആദ്യം ഇതിന്റെ ലോൺ നടച്ച് തീർക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓക്കെ മതി. മായയുടെ ഹെൽപ്പ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കും. ഷുവർ. സൂര്യൻ, 1 സെക്കൻഡ്. ഓക്കെ then മായ, താങ്ക് യു. ഞാൻ വിളിക്കാം. വിളിച്ചോളൂ, മിസ് കോൾ ചെയ്യരുതേ. എന്താ അമ്മേ? നീ ഉറങ്ങായിരുന്നോ? ഏയ്, എന്താ അമ്മ ഈ നേരത്ത്? അച്ഛൻ എന്തെടുക്കുക? അച്ഛൻ കിടന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? അത് ബാങ്കിൽ നിന്നൊരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. ജപ്തി നോട്ടീസോ? അതെ, രാജിയുടെ വീടിന്റെ പണി തീർക്കാൻ വേണ്ടി ഈ വീടിന്റെ ആധാരം അച്ഛന് ബാങ്കിൽ വെക്കേണ്ടി വന്നു. 2-3 പ്രാവശ്യം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നതാ. എവിടുന്നെങ്കിലും കാശ് ശരിയാക്കാന്ന അച്ഛൻ വിചാരിച്ചത്. പക്ഷേ നിന്നെ ഇപ്പോഴെങ്കിലും ഞാനിത് അറിയിച്ചില്ലെങ്കിൽ. അമ്മ വിഷമിക്കാതിരിക്കെ, ഒക്കെ ശരിയാക്കാം. അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി. ഈ ഒരു നിസ്സാര പ്രശ്നത്തിനാണോ നീ ഇങ്ങനെ? വിട്ടുകളാ. നിനക്കറിയോ, എന്റെ അപ്പനെ അരിഞ്ഞു വീഴ്ത്തിയ ഈ നാറിയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോ എന്റെ കയ്യിൽ ഈ അബ്ദുക്ക തന്ന കുറെ മുഷിഞ്ഞ നോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വെയിലത്ത് തളർന്നു വീണിട്ടുണ്ട്, തെരുവിൽ അനാഥനെ പോലെ അലഞ്ഞിട്ടുണ്ട്. പക്ഷേ മനസ്സ് പതറിയിട്ടില്ല. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആവേശമായിരുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്റെ ഈ സാമ്രാജ്യം. കോടികൾ ഞാൻ സമ്പാദിച്ചു കൂട്ടി. എന്തിനാണെന്നറിയോ? സമൂഹം മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നത് പണത്തിനാണ്. പണത്തിന് മാത്രം. അബ്ദുക്കാക്കറിയോ, പഠിക്കുന്ന കാലത്ത് എത്ര തവണ ഇവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടെന്ന്? എത്രയോ ദിവസം ഞാൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ആ വീട് ജപ്തി ചെയ്യാൻ പോവാത്തരെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും പെരുവഴിയിലേക്ക് ഇറങ്ങി. എത്രയാ വേണ്ടെന്ന് വെച്ചാ പറ, എന്നിട്ട് ആധാരം തിരിച്ചെടുത്ത് അച്ഛനെ ഏൽപ്പിക്കേ. എങ്ങനെയാടാ ഞാനിതിന് നന്ദി പറയട്ടെ? ഏയ്, എന്താടാ അത്? നിന്നെ ഇത്രയധികം സ്നേഹിച്ചതും ലാളിച്ചതും ഒക്കെ ഇത്രയ്ക്ക് വേദനിപ്പിക്കാനായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും നിനക്കിപ്പോ, അല്ലേ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. കുടുംബം, ബന്ധങ്ങൾ ഇതൊക്കെ വേറിട്ട് പോകുന്നു തോന്നിയപ്പോ വന്നു ചേരാൻ പോകുന്ന ബാധ്യതകളെ കുറിച്ച് ചിന്തിച്ചില്ല. പണത്തിന്റെ പുറകെ ഒരിക്കലും ഓടിയിട്ടില്ല, മോഹിച്ചിട്ടുമില്ല. പക്ഷേ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയെന്നൊരു തോന്നലായിപ്പോ. ചെറിയാൻ നിന്റെ സുഹൃത്തായിരിക്കാം, അയാൾ നല്ലവനുമായിരിക്കാം. പക്ഷെ ആർക്കും നമ്മളൊരു ബാധ്യതയാകരുത്. അത് ജീവിതത്തിൽ പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ എന്നെ വിശ്വസിക്കാം. ഹലോ, സൂര്യന. മനസ്സിലായി. 2 ദിവസമായിട്ട് വിളിയൊന്നും കണ്ടില്ല. അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. ഇന്നെത്തിയുള്ളൂ. മായ എന്താ ഒന്നും മിണ്ടാത്തത്? കേട്ടോണ്ടിരിക്കല്ലേ? പിന്നെ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ടായിരുന്നു.
എപ്പോഴാ ഒന്ന് കാണുക? ആകെ താളം തെറ്റിയ മട്ടുണ്ടല്ലോ. അല്ല, ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? അതെ, ഇത് FM സ്റ്റേഷൻ അല്ല, എന്റെ വീടാ. ഓ, വീടാണല്ലേ. അപ്പോ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല അല്ലേ? എനിക്ക് കേൾക്കേണ്ടതേ മായയുടെ ശബ്ദത്തില് മായക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാ.